ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിതാ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 എണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ചിക്കനിലെ ലെഗ് പീസിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ മസാല തേച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മളിത് കഴുകിയതിൻ്റെ വെള്ളം ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്നപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വറ്റിച്ചെടുത്താലേ ഉള്ളൂ കേട്ടോ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എല്ലിൽ നിന്ന് ഈ ഒരു ഇറച്ചിയൊക്കെ ഒന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം ഈ ഒരു എല്ല് കളയരുത് കേട്ടോ. എല്ല് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതാ എല്ലും ഇറച്ചിയും ഒക്കെ വേർപ്പെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇറച്ചി ഇപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൽ നമ്മൾ പുഴുങ്ങിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഈ ഒരു എല്ലുണ്ടല്ലോ ചിക്കൻ്റെ ആ ഒരു ലെഗ്, അതിൻ്റെ ആ ഒരു എല്ലെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്കിതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ കാലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. 4ഉം ഞാൻ ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഇതാ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഓരോ ലെഗും എടുത്തിട്ട് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ ഉൾവശത്തുള്ള ഒന്നും വേവാനൊന്നുമില്ല. പുറം ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ലെഗ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീട്ടിൽ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.